ഉണ്ടോ ഞങ്ങൾക്ക്? ഞങ്ങൾക്ക് സൗജന്യ യാത്ര ഉണ്ടോ? എവിടെയാ? കണ്ടക്ടറോട് ചോദിക്കണം. ഓക്കെ 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 ഓക്കെ. നല്ല കാര്യം ചെയ്താലും കുറ്റം, ചീത്ത ചെയ്താലും കുറ്റം മാത്രം. ഞങ്ങൾ ഈ ബസ്സിൽ കയറുകയാണ്. ഞങ്ങൾക്ക് സൗജന്യ യാത്ര ഉണ്ടോ? സ്ത്രീകളെ പറഞ്ഞ് വൈക്കോ അല്ല അല്ല, ഇലക്ഷൻ സമയത്ത് കേരളത്തിലെ സൗജന്യ യാത്ര അനുവദിക്കുന്നതാണ് പറഞ്ഞിരുന്നത്. ഈ ബസ്സിൽ ഞങ്ങൾക്ക് സൗജന്യ യാത്ര ഉണ്ടോ ഇല്ലയോ? ഇവരാണ് സർക്കാരിന്റെ ജീവനക്കാരാണ്. സർക്കാരിന്റെ ജീവനക്കാരാണ്. ഇവരോടാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചില്ല. വണ്ടിക്കകത്ത് യാത്രക്കാരെ ആ പരിപാടിയിൽ അവരെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് എന്താണ് ആൾക്കാരെ എതിർക്കുന്ന എന്താണ്? അവർക്ക് എന്തായാലും കുഴപ്പമില്ലാന്നുള്ള ഭാഗത്തില. പക്ഷെ ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞ് സ്ത്രീജനങ്ങളുടെ വോട്ട് നേടിക്കഴിഞ്ഞ് സ്ത്രീജനങ്ങളെ വഞ്ചിക്കുന്ന ഇടപാട് നല്ലതല്ല, ഒരിക്കലും നല്ലതല്ല. എല്ലാ വോട്ടും നേടിക്കഴിഞ്ഞു. ഞങ്ങളൊക്കെ വേറെ പാർട്ടിയായിട്ട് പോലും ഞങ്ങൾക്ക് കിട്ടുന്ന സൗജന്യം ബസ്സിനകത്ത് തന്നെ ഇരുന്ന് പ്രതിഷേധിക്കാനാണോ? അല്ല, ഇതിനകത്ത് കൊടുക്കുമോ? നമുക്കറിയണ്ട, നമുക്ക് എല്ലാ ബസ്സിലും വേണം മഹിളാ മോർച്ചയുടെ ആവശ്യം. വണ്ടി സൗജന്യമായിട്ട് നിങ്ങൾ ഈ ഒരു ബസ് അടഞ്ഞുകൊണ്ട് കാര്യം മൊത്തം തടേ അങ്ങനെ ബാക്കി പോലീസുകാരെ നോക്കിക്കോളൂ. അല്ല, ഈ പണിക്ക് പോകരുത്. കേരളത്തിലുള്ളവരുടെ മണ്ടന്മാരാണോ ചോദിച്ചോ? മഹിളാ മോർച്ച ഞങ്ങള് വണ്ടി തടഞ്ഞിട്ടില്ല. സൗജന്യ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ വണ്ടി കയറിയെന്ന് മാത്രമേ ഉള്ളൂ. ജൂൺ 15-ാം തീയതി മുതലാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ തീരുമാനിച്ച് ജൂൺ 15-ാം തീയതി എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞത് ഗവൺമെന്റ് ബസ്സുകളിലെല്ലാം ഫ്രീ സർവീസ് തരുമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അവര് ഓർഡിനറി ബസ്സുകളിൽ മാത്രം, അതും ഈ ടൗൺ എല്ലാ ഡിസ്ട്രിക്റ്റിലും ടൗണിൽ ഓടുന്ന 2-3 ഓർഡിനറി ബസ്സിൽ മാത്രം പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് 2-3 ബസ്സുകളിൽ മാത്രം. ഈ ബസ്സുകളിൽ ആരാണ് യാത്ര ചെയ്യുന്നത്? അപ്പം കേരളത്തിലെ സ്ത്രീ ജനങ്ങളെ അവർ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. പ്രത്യേകിച്ചും 10 വർഷത്തിന് ശേഷം ഭരണം കിട്ടിയ ഈ സർക്കാരിന് വാക്ക് നിറവേറ്റാൻ അദ്ദേഹം മുൻകൈ എടുക്കണമായിരുന്നു. ഇത്രയും വോട്ട് നേടി കാര്യങ്ങൾ കള്ളത്തരം പറഞ്ഞ് വോട്ട് നേടി ജയിച്ചതിന് ശേഷം പറ്റിച്ച ഈ പണിക്കെതിരെയാണ് ഇന്നിവിടെ മഹിളാ മോർച്ച നമ്മൾ ഒരു ധർണ നടത്തിയിരിക്കുന്നത്. അല്ലാതെ ഇന്ന് വണ്ടി തടയുകയോ ഒന്നും ചെയ്തിട്ടില്ല.